പിന്നെ നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെങ്കൽ എന്നാണത് ശരിക്കും, അത് ചുഴലിക്കാറ്റിൻ്റെ കാര്യം. അപ്പം അത് തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടൽ 7 മരണം, പുതുച്ചേരിയിൽ 600 പേരെ രക്ഷപ്പെടുത്തി. അപ്പോൾ കനത്ത മഴയെ തുടർന്ന് തിരുവണ്ണാമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ 7 പേർ മരിച്ചു. 12 മണിക്കൂറിലേറെ നടന്ന രക്ഷാപ്രവർത്തനത്തിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരെ ജീവനറ്റ നിലയിലാണ് കണ്ടെത്തിയത്. അണ്ണാമലയിലെ VOC നഗറിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:30 ഉരുൾപൊട്ടിയത്. കൂറ്റൻ പാറക്കല്ലുകളും വീണ്ടും മണ്ണിടിയുമെന്ന ഭീഷണിയും മണ്ണുമാന്തി യന്ത്രങ്ങൾക്ക് എത്താനാകാത്ത സാഹചര്യം തെരച്ചിലിന് പ്രതിസന്ധി സൃഷ്ടിച്ചു. അപ്പം കൂറ്റൻ പാറക്കല്ലുകളും വീണ്ടും മണ്ണിടിയുമെന്ന ഭീഷണി, അതുപോലെ മണ്ണുമാന്തി യന്ത്രങ്ങൾക്കൊന്നും എത്താനാകാത്ത സാഹചര്യമൊക്കെ തെരച്ചിലിന് വളരെയധികം പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതോടെ പേമാരിൽ തമിഴ്നാടും പുതുച്ചേരിയിലുമായി മരിച്ചവരുടെ എണ്ണം 21ആയി. അപ്പോൾ ഇതുവരെ 21 പേര് അവിടെ മരിച്ചു. അപ്പോൾ ഇതിനിടെ കൃഷ്ണഗിരിയിൽ ബസ്സുകൾ ഉൾപ്പെടെ 20-ലേറെ വാഹനങ്ങൾ മഴവെള്ളത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ടു. പുതുച്ചേരിയിൽ വെള്ളപ്പൊക്കത്തിൽ 600 പേരെ രക്ഷപ്പെടുത്തി. ദുരിതബാധിതർക്ക് സൈന്യം അടിയന്തര ഭക്ഷണവും വെള്ളവും വൈദ്യസഹായവും നൽകി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നേരിട്ട് ചെന്നൈയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ വില്ലുപുരം ജില്ലയിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് ഉണ്ടായത്. ഒറ്റ ദിവസം കൊണ്ട് 50 സെൻറ്റിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചത്. പ്രധാന ബസ് ഡിപ്പോയും 100-ലധികം വീടുകളും വെള്ളത്തിലായിട്ടുണ്ട്. കാറുകൾ ഒഴുകിപ്പോയി. തമിഴ്നാടിന് മുകളിൽ ശക്തി കുറഞ്ഞ ഫെങ്കൽ ചുഴലിക്കാറ്റ് വടക്കൻ കേരളത്തിനും കർണാടകയ്ക്കും മുകളിൽ ന്യൂനമർദ്ദമായി ഇന്നലെ രാത്രിയോടെ അറബിക്കടലിൽ പ്രവേശിച്ചിട്ടുണ്ട്. അതെ, അപ്പം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആ ജാഗ്രതയോട് കൂടി ഇരിക്കുക. അപ്പോൾ നമ്മൾ കണ്ടായിരുന്നല്ലോ ഈ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ട വാഹനങ്ങൾ, ബസ്സുകൾ വരെ ഒഴുകിപ്പോകുന്ന സാഹചര്യമാണ്. വെള്ളം അത്രത്തോളം കൂടിയിട്ടുണ്ട് ജലനിരപ്പ്. അപ്പോൾ നമുക്ക് എല്ലാവരും അപ്പോൾ ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതുച്ചേരിയിൽ തീരം തൊട്ട ഫെങ്കൽ ചുഴലിക്കാറ്റ് പ്രഭാവത്തിൽ കേരളത്തിൽ ഇന്നും നാളെയും കൂടി അതിശക്തമായ മഴ തുടരും. ഇന്ന് വൈകിട്ടോടു കൂടി ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ ന്യൂനമർദ്ദമായി അറബിക്കടലിൽ പ്രവേശിച്ച് നിർവീര്യമാകും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും. ഓറഞ്ച് അലേർട്ടുള്ള സ്ഥലങ്ങളിൽ 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കും. കേരള തീരത്ത് മത്സ്യബന്ധനം പാടില്ല. കഴിഞ്ഞ ദിവസം വടക്കൻ ജില്ലകളിലടക്കം ശക്തമായ മഴയായിരുന്നു. അപ്പോൾ 4 ജില്ലകളിൽ നിന്ന് അവധിയുണ്ട്. ശക്തമായ മഴയെ തുടർന്ന് തൃശ്ശൂർ, കാസർഗോഡ്, മലപ്പുറം, ആലപ്പുഴ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. മലപ്പുറത്ത് പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയാണ് അവധി. അപ്പോൾ 4 ജില്ലകളിലാണ് ഇന്ന് അവധിയുള്ളത്. മലപ്പുറം, തൃശ്ശൂർ, കാസർഗോഡ്, മലപ്പുറം, ആലപ്പുഴ. അപ്പോൾ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ കുറച്ച് മഴ കുറവുള്ള കോട്ടയത്തല്ലേ, എന്താ പറയാ, ഹൈ റേഞ്ചിലൊക്കെ നല്ല മഴ ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പോൾ വടക്കൻ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് പറയുന്നത്. വടക്കൻ കേരളത്തിൽ ചൊവ്വാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് മഞ്ഞയാണ് കൊടുത്തിരിക്കുന്നത്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെന്താണ്, ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ച വടക്കൻ കേരളത്തിലും കർണാടകയ്ക്കും മുകളിലൂടെ ന്യൂനമർദ്ദമായി അറബിക്കടലിലെത്താൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജാഗ്രതയോടുകൂടി ഇരിക്കുക. ഈ പറഞ്ഞ മലപ്രദേശങ്ങളിലും ഹൈ റേഞ്ച് ഏരിയകളിലൊക്കെ താമസിക്കുന്നവർ കുറച്ചും കൂടെ അവിടെ നിന്ന് സുരക്ഷിതരായിരിക്കാൻ വേണ്ടിയിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറി പാർക്കുകയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെ ഉറപ്പുവരുത്തുക, അതാണ് കാര്യം. അതെ, എല്ലാവരും കാലാവസ്ഥാ വകുപ്പും സർക്കാരും നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അല്ലേ? അതെ, കാരണം കൂടുതൽ അപകടങ്ങൾ മഴയായതുകൊണ്ട് തന്നെ കൂടുതൽ വെളിയിലൊക്കെ പോകാതെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, അതുപോലെയാണല്ലോ വയനാട്ടിൽ ഇപ്പം കഴിഞ്ഞത്, ചുരൽമലയിലെ സംഭവം. ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ ഒരു രാത്രിയിൽ പെട്ടെന്ന് ഇങ്ങനെ മലയിടിഞ്ഞ് വരിക എന്ന് പറയുമ്പോൾ അപ്പം അതിൻ്റെതായ ഒരു ഭീകരത മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് ജാഗ്രത സ്വയം സുരക്ഷിതമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതെ.